മന്ത്രിയോടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ അവരെ അമ്മയെ പോലെ കരുതേണ്ട ഒരു സ്ത്രീയെ തള്ളിയിട്ട് കഴുത്തൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് ചട്ടമ്പിത്തരമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ ചട്ടമ്പിത്തരം കേരളത്തിലെ ജനതയ്ക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയണം. സ്വീകാര്യം, ഞാനിവിടെ പഠിച്ച് ജനിച്ചു വളർന്നവനാണ്. ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരം വേലകൾ ദഹിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കണ്ണൂരിലെ സജി ചെറിയാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാനിവിടെ പ്രവർത്തിക്കാൻ വന്നതാണ്. അതിനുശേഷമാണ് വെള്ളപ്പൊക്കത്തിന് വന്ന കഥ അദ്ദേഹം പറഞ്ഞു. അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം സൃഷ്ടിച്ചെടുക്കാൻ ഈ ചെങ്ങന്നൂരിൽ കാണുന്ന ഇന്ന് പ്രോമനന്റ് ആയിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ കാലം കൊണ്ട് ശ്രീ സജി ചെറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു സംഘാടകൻ എന്ന നിലയിലുള്ള മികവാണ്. അദ്ദേഹം പല പരിപാടികളും സംഘടിപ്പിക്കും. നമ്മളും വിചാരിച്ച ഇതുപോലുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ പറ്റും. നമുക്ക് സ്പോൺസർ ഒന്നും കിട്ടത്തില്ല. അദ്ദേഹത്തിന് എവിടുന്നാണ് അറിയത്തില്ല. ആളുകളെ വിദേശത്തൊക്കെ ഉള്ള ചെങ്ങന്നൂർക്കാർ വന്നങ്ങ് സഹായിക്കുക. ഇതൊക്കെ നടന്നത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൽ സജി ചെറിയാനെ കടത്തി വെട്ടാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. അതിലൊരു സംഘാടകൻ പാലിയേറ്റീവ് കെയറിന്റെ കാര്യത്തിലും അതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ സ്റ്റേഡിയം കൊണ്ടുവരുന്ന കാര്യത്തിൽ കളിക്കാൻ ആളുണ്ടോ എന്ന് അദ്ദേഹം നോക്കുന്നില്ല. സ്റ്റേഡിയം ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. കളിക്കാൻ ആളെ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു പടി മുൻപേ പോകുന്ന ആളാണ്. അദ്ദേഹം വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതി, വളരെ നന്നായി. ഒരു പുസ്തകം കൂടി എഴുതണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കൊറോണയെ പറ്റിയാണ്. അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മറന്നുപോയി. ഈ വെള്ളപ്പൊക്കം, ഏറ്റവും മാരകമായ വെള്ളപ്പൊക്കവും ഭയാനകമായ കൊറോണയും കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതമായി, ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സുരക്ഷിതരാക്കിയ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് എന്ന് മറക്കരുത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു എന്ന പുസ്തകം ഇപ്പോൾ വന്നു. ഈ പുസ്തകം വായിക്കുമ്പോഴെങ്കിലും സജി ചെറിയാന്റെ പുസ്തകം വായിക്കുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മളെ അഴുക്ക തുണിയും കൊണ്ട് ആളുകൾ വന്നപ്പോൾ പറഞ്ഞു, നല്ല തുണി കൊടുക്കണം, നല്ല ചെരുപ്പ് കൊടുക്കണം, നല്ല പുതിയ പാത്രം കൊണ്ടുവരണം, പുതിയ വസ്ത്രം കൊണ്ടുവരണം, പഴകിയ സാധനം കൊണ്ടൊരാള് വരാൻ പാടില്ല. ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ നിങ്ങളെക്കാൾ അന്തസ്സുള്ളവരാണ് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കാര്യം കൂടി ആ പുസ്തകത്തിൽ എഴുതണം എന്ന് എനിക്ക് പറയാനുള്ളത്. അന്ന് നമ്മുടെ നാട്ടിൽ ഒറീസ എന്ന് പണ്ട് ആൾ വരും. പഴയ തുണിയുണ്ടോ, പഴയ കമ്പിളി പുതപ്പുണ്ടോ, വെള്ളം കയറി, വെള്ളപ്പൊക്കം വന്നു, അപ്പൊ പഴയതെല്ലാം വീട്ടിൽ കിടക്കുന്ന പഴയതെല്ലാം മാറി കൊടുക്കും. കേരളത്തിലും അങ്ങനെ വെള്ളപ്പൊക്കം വന്നു, എല്ലാവരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അപ്പൊ എല്ലാ വീട്ടിലും പഴയ വെള്ളപ്പൊതപ്പുകളൊക്കെ എടുത്തു ദാനം ചെയ്യാനേ. ഭയങ്കരമായ ഒരു ചാരിറ്റി ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് പഴയ തുണിയും മുണ്ടും ചെരുപ്പും തേഞ്ഞ ചെരുപ്പും ഒക്കെ എടുത്തു വെച്ചു. അപ്പോഴാണ് ടിവിയിലൂടെ മുഖ്യമന്ത്രി പറയുന്നു, ആരും പഴയ സാധനങ്ങളുമായിട്ട് വരണ്ട, ഇവിടെ കയറ്റൂല, പുത്തൻ സാധനം ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ട് തന്നാലേ വരണ്ട എന്ന് പറയും. അപ്പൊ എല്ലാവരും പുതിയ പായ, പുതിയ തലവണ, മറ്റേ കീറിയ തായൊക്കെ എടുത്തു വെച്ചു. വീട്ടിൽ കിടന്ന പൂപ്പം കിടന്ന് മരിച്ച പഴയ പായ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴാണ് പറഞ്ഞത് അതുകൊണ്ട് വരരുത്. കർശനമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ വന്നാൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോ വന്നേ. കൊറോണ എന്നൊരു സാധനം ഉണ്ടായത് 2 വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും മാധ്യമങ്ങളും നമ്മളും എല്ലാം മറന്നുപോയ പഴയ ഏതെങ്കിലും സ്റ്റോക്ക് ഷോട്ട് ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾ എടുത്തിടണം, വല്ലപ്പോഴും ഒന്ന് ഉറപ്പിക്കണം. നമ്മള് മനുഷ്യൻ, അഹങ്കരിച്ചിരുന്ന മനുഷ്യൻ, കോടീശ്വരനായ സ്വന്തം വിമാനമുള്ളവർക്ക് പോലും, അമേരിക്കൻ പ്രസിഡന്റിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ പുഴു മരിക്കുന്നതൊക്കെ മനുഷ്യൻ മരിച്ചുപോയി. അവരെ വാരി കോരി ഐലൻഡിൽ കൊണ്ടുവന്ന കുഴിയെല്ലാം കൂടെ വാരിയിട്ട് കൂട്ടത്തോടെ ഇട്ട് കുഴിച്ചു പോയി. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട്. മരിച്ചു വീണ യോദ്ധാക്കളെ വലിയൊരു കുഴിയെടുത്തേച്ച് ആ പട്ടാളക്കാരെ മുഴുവൻ വാരിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകും. ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. പോളണ്ടിൽ ചെയ്തു. ഇതെല്ലാം ചെയ്ത കാര്യങ്ങൾ. കൊന്നൊടുക്കിയ മനുഷ്യനെ ഇട്ടുമൂടുന്നത് പോലെ അമേരിക്കയിൽ ദയനീയമായി ഇട്ടുമൂടി. ഗൾഫ് രാജ്യങ്ങളിൽ മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി. യാതൊരു ചടങ്ങുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ആരാ മരിച്ച, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസൽമാനാണോ, മലയാളിയാണോ, ബംഗാളിയാണോ, ഒന്നും നോക്കിയില്ല. കൊറോണയാണ്, മരിച്ചു, കൊണ്ടുപോയിക്കോ. മരുഭൂമിയുടെ ഏതോ നടുവിൽ കൊണ്ട് കുഴിച്ചിട്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരാളെ പോലും അനാദരവോടുകൂടി മറവ് ചെയ്യാൻ പോയില്ല എന്ന് മറക്കരുത്. അതിന്റെ കാരണക്കാരനും പിണറായി വിജയനാണ്. ഇപ്പം വലിയ വിരോധമാണ് അദ്ദേഹത്തോട്, വലിയ വിരോധമാണ്. ഏതാ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ചിലർക്ക് ഇന്ന് വളരെ ദയനീയമായി എനിക്ക് തോന്നിയത്, ഒരു സ്ത്രീ മന്ത്രിയോടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ അവരെ അമ്മയെ പോലെ കരുതേണ്ട ഒരു സ്ത്രീയെ തള്ളിയിട്ട് കഴുത്തൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് ചട്ടമ്പിത്തരമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ ചട്ടമ്പിത്തരം കേരളത്തിലെ ജനതയ്ക്ക് സ്വീകാര്യമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയണം. ഞാനിവിടെ പഠിച്ച് ജനിച്ചു വളർന്നവനാണ്. ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരം വേലകൾ ദഹിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.